അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് തങ്ങളെ സവിധത്തിലേക്കല്ലേ. അതുകൊണ്ട് മുഖം തിരിക്കരുത്. തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ കൈയുയർത്തി അള്ളാഹുവിനോട് ചോദിക്കണം. നബിതങ്ങളെ ഷഫീആക്കി തരാൻ വേണ്ടി പറയണം. നിങ്ങളെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഷഫീആക്കി അള്ളാഹു തരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സബിധത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പിരക്കുമ്പോ നിങ്ങളെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പറയും. എന്നിട്ട് രാജാവിന് ഓതിക്കൊടുത്തു, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റുകുറ്റം ചെയ്ത ആളുകൾ തങ്ങളെ ഹദ്റത്തിലെത്തുകയും അള്ളാഹുവിനോട് പാപം മോചനം തേടുകയും ചെയ്താൽ അവർക്ക് വേണ്ടി വസ്തഗ്ഫറ ലഹുമുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപം പൊറുക്കുന്നവനായി കാരുണ്യം ചൊരിയുന്നവനായി അല്ലാഹുവിനെ അവർക്ക് മനസ്സിലാക്കാനും എത്തിക്കാനും കഴിയും എന്ന ആയത്ത് കൂടി തെളിവായി ഓതിക്കൊടുത്തു. നല്ല തഅലീം വേണം മുഅ്മിനീങ്ങളെ. മഖാമിന്റെ മഖ്ബറയുടെ സവിധത്തിൽ വെച്ച് ഭൗതിക സംസാരം സംസാരിക്കരുത്. ഉലമാഇന്റെ ഔലിയാഇന്റെ സുലഹാഇന്റെ അംബിയാഇന്റെ മഖാമിന്റെ ഹളറത്തിൽ വലിയ ബഹുമാനമല്ലേ പാലിക്കേണ്ടത്. തൂരിസീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? തൂരിസീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? അതൊരു സാധാരണ മലയായി കാണാൻ പറ്റുമോ? തൂരിസീനാ പർവ്വതത്തിലേക്കല്ലേ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവുമായി സംവദിക്കുന്നതിന് അള്ളാഹു ക്ഷണിച്ച് വരുത്തിയത്. അവിടെ വെച്ചല്ലേ അള്ളാഹു തആല തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയത്. ആ പർവ്വതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കുക. നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ്. ഒന്ന് പോയി നോക്കൂ സഹോദരങ്ങളെ. ഈ ആയത്ത് ഇന്നും അവിടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. എന്താ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? എന്തെങ്കിലും ബഹുമാനത്തിന്റെ അടയാളങ്ങളുണ്ടോ? അള്ളാഹു ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനമുണ്ട്. അള്ളാഹു തആല ബഹുമാനിച്ചതല്ലേ പള്ളി. അതുകൊണ്ടല്ലേ പള്ളിയുടെ ഉള്ളിൽ ഭൗതിക സംസാരം